ഒരു ടൈപ്പ് ലേസ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ഇത് എന്തോ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇച്ചിരി കരിഞ്ഞു പോയതായിരിക്കും. പക്ഷേ ഒരിക്കലും ഇത് കരിഞ്ഞു പോയതല്ല. പക്ഷേ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു പച്ച ഷെയ്ഡ് ഇതിനകത്തേക്ക് ഇങ്ങനെ വന്നേക്കുന്നുണ്ടോ. ഈ ഓരോ ലേസിലും ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് വിവിധ തരത്തിലുള്ള മാർക്കുകൾ ഉണ്ടാവും. അതായത് ചിലത് അകത്ത് കരിഞ്ഞിരിക്കും, ചിലതിൻ്റെ മൂലയ്ക്കൊക്കെ പച്ച നിറത്തിലിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇരിക്കുന്നത് പറയുന്നത് ലേസ് ആണ്. നമ്മൾ പ്രായഭേദമന്യേ ഏതൊരു പ്രായക്കാരും വാങ്ങി കഴിക്കുന്ന സാധനമാണ്. ഇതുപോലെ വിവിധ ഫ്ലേവറിലുള്ള ലേസ്. നമുക്കറിയാം ഇത് വെറും ഉരുളക്കിഴങ്ങാണ്. ഇതിൽ ഫ്ലേവർ ചേർത്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ലേസ് കഴിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലേസിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷിക്കുകയാണ്. നമ്മൾ ഡെയിലി ചിലപ്പോൾ ഒരു ലേസ് മേടിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ഈ ഒരു ചിപ്സിനകത്ത് തന്നെ ഇതിനകത്ത് എന്തൊക്കെ മാരകമായ രോഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ചിപ്സ് തന്നെ കാണിച്ചു തരാറുണ്ട്. പക്ഷേ നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാരണവും നമ്മൾ സുഖമായിട്ട് ഇത് വാങ്ങി കഴിക്കും. ഒരിക്കലും നമ്മൾ ലേസ് കമ്പനിയെ കുറ്റം പറയുന്നതല്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു ലേസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കുണ്ട്. അത് ഈ കവറിന് പുറത്തുമുണ്ട്, കവറിനകത്തുമുണ്ട്. അപ്പം ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ, ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തത്. അല്ലാതെ ലേസ് കമ്പനിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലേസ് നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത് നമുക്ക് ഇതൊന്ന് പൊട്ടിക്കണം. ഇതിനകത്ത് നമുക്ക് ഇത് 10-ൻ്റെ ഒരു ലേസാണ്. ഈ ഒരു ലേസ് നമ്മൾ എപ്പോഴും മേടിക്കുമ്പോൾ നമുക്കറിയാലോ വളരെ കുറച്ച് മാത്രം സാധനം കാണത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് പല ഷേപ്പിലായിട്ട് നമ്മൾ വട്ടത്തിലാണെങ്കിലും പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ലേസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ലേസിലും ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് വിവിധ തരത്തിലുള്ള മാർക്കുകൾ ഉണ്ടാവും. അതായത് ചിലത് അകത്ത് കരിഞ്ഞിരിക്കും, ചിലതിൻ്റെ മൂലയ്ക്കൊക്കെ പച്ച നിറത്തിലിരിക്കും. ഇതിൻ്റെ മൂലയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കരിഞ്ഞു പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇതൊന്നും കരിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ഇത് മറ്റൊരു രീതി സംഭവിക്കുന്നതല്ല. ഇതൊക്കെ ഒരു തരം അത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ലേസുകളാണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഈ ലേസ് കമ്പനി ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം പാക്കി വിടുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാർ എന്ത് കിട്ടിയാലും മേടിച്ച് കഴിക്കും. അതുകൊണ്ട് തന്നെ ഇതുണ്ടോ ഈ ലേസ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഒരു ടൈപ്പ് ലേസാണ്. നമ്മൾ നോക്കുമ്പോൾ ഇത് എന്തോ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇച്ചിരി കരിഞ്ഞു പോയതായിരിക്കും. പക്ഷേ ഒരിക്കലും ഇത് കരിഞ്ഞു പോയതല്ല. ഇത് വിൽക്കാൻ അല്ലെങ്കിൽ ഇവർ പാക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് പാക്ക് ചെയ്യാൻ പാടില്ലാത്ത ഉരുളക്കിഴങ്ങിലുള്ള ഒരു ഭാഗമാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതല്ല ഏറ്റവും കൂടുതൽ. ഇത് നമ്മൾ പിന്നെ കഴിക്കാൻ നോക്കാം. നമ്മൾ ചില ലേസിൻ്റെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാകും നമ്മുടെ ഈ ഒരു മൂലയ്ക്കൊക്കെ ആയിട്ട് നല്ല പച്ച നിറത്തിലുള്ള ഒരു ഷെയ്ഡ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ പറഞ്ഞ ലേസ് ഇതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച മറ്റൊരു ലേസിന്റെ കവറാണിത്. ശരിയല്ലോ. ഈ ഒരു ലേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാമത് ഓൾറെഡി അകത്ത് ഒരു മരം ബ്ലാക്ക് കളർ ഷെയ്ഡുണ്ട്. പക്ഷേ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു പച്ച ഷെയ്ഡ് ഇതിനകത്തേക്ക് ഇങ്ങനെ വന്നേക്കുന്നുണ്ടോ. വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഒരു ഉരുളക്കിഴങ്ങാണിത്. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് അവർ ചിലപ്പോൾ ഈ കമ്പനിയിൽ ഇത് അവർ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു ഉരുളക്കിഴങ്ങും മെഷീനകത്ത് കയറ്റിവിടുന്ന സമയത്ത് ഇത് നൈസായിട്ട് അരിഞ്ഞ് പോരും. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പ്രത്യേകം ഈ ഒരു ലേസ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഇങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ്, അതായത് ഇങ്ങനെ പച്ച ഷെയ്ഡിലുള്ള ഉരുളക്കിഴങ്ങ് ഒരു കാരണവശാലും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇവർക്ക് ഓൾറെഡി നിയമത്തിലുള്ളതായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ അബദ്ധവശാൽ പറ്റിപ്പോകുന്നതായിരിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ലേസ് മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പച്ച കളറിലുള്ള ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ലേസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി കഴിക്കാം. ബാക്കി കഴിക്കേണ്ടെന്നല്ല പറയുന്നത്. ഇങ്ങനെയുള്ള പച്ച ഷെയ്ഡുള്ള ഈ ഒരു ലേസുകൾ നിങ്ങൾ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നശിപ്പിച്ച് കളയുക, ആർക്കും കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി അതല്ല, ഇത് ഞാൻ പറയുന്നതിലോട്ട് മാരകമായ പല അസുഖങ്ങളും വരും. ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ വരാനുള്ള വലിയ സാധ്യതയുള്ള സാധനമാണ് ഈ പറയുന്ന ഈ പച്ച ഷെയ്ഡുള്ള ലേസ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ആ ഒരു കാര്യമല്ല. നമുക്കറിയാം നമുക്ക് ഇങ്ങനെയുള്ള ലേസ് കിട്ടില്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് 5 രൂപയാണെങ്കിൽ പോലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു ലേസിൽ ഒരു 3-4 സാധനം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ ഒരു 10 ചിപ്സ് മാത്രമാണ് ഈ ഒരു 5 രൂപയുടെ ഈ ഒരു പാക്കറ്റിലുണ്ടാവുക, അല്ലെങ്കിൽ 10 രൂപയുടെ പാക്കറ്റിലുണ്ടാവുക. അപ്പോൾ നമ്മുടെ ആ ഒരു 3-4 അങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം നമ്മുടെയാണ്. അപ്പം നമുക്ക് നഷ്ടം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം തന്നെ ഈ ഒരു കവറിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് കാണിച്ചില്ല. ഇത് നമുക്കറിയാം FSSA എന്ന് പറയുന്ന നമ്മുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആ ഒരു കമ്പനിയിൽ നിന്നാണ് ഇതിനൊക്കെ അപ്രൂവ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ ചെക്ക് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യമൊക്കെ അവരാരും ചെക്ക് ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഇതുണ്ടോ കൺസ്യൂമർ ഫീഡ്ബാക്ക് അറ്റ് PepsiCo.com. ഈ ഒരു PepsiCo കമ്പനിയുടെയാണ് ഈ പറയുന്ന ലേസ് ഉൾപ്പെടെയുള്ള മറ്റ് ഒട്ടനവധി സാധനങ്ങളുണ്ട്. നമ്മൾ ചിപ്സുള്ള ഒട്ടനവധി സാധനമുണ്ട്. PepsiCo കമ്പനിയുടെയാണ്. നമുക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു പച്ച ഷെയ്ഡുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡുള്ള ചിപ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക്, അതായത് നമുക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷിലാണ് ചെയ്യാൻ കേട്ടോ. ആ ഒരു ഇംഗ്ലീഷിൽ നമുക്ക് നമ്മുടെ കിട്ടിയിട്ടുള്ള ഈ ഒരു പച്ച ഷെയ്ഡിന് വെച്ചിട്ടുള്ള ഒരു കാര്യം ഡീറ്റെയിൽഡ് വിവരം
നമ്മൾ ഇത്ര രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്, അതിനകത്ത് ഇത്രമാത്രം ചിപ്സുകൾ ഇങ്ങനെയുള്ള ഷെയ്ഡുള്ളതാണ്, നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പാടില്ലാത്തുള്ള നിയമമുള്ള ഉൾപ്പെടെ എല്ലാം വെച്ചിട്ടുണ്ട് നമ്മളൊരു മെയിൽ ഈ ഒരു കമ്പനിക്ക് ആ ഒരു ഫയലോട് അറ്റാച്ച് ചെയ്ത്, അത് നമ്മളൊരു ഫോട്ടോയോട് അറ്റാച്ച് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു പെപ്സിക്കോ കമ്പനി നമുക്ക് ഇതിന് ബദലായിട്ട് ഏകദേശം ഒരു 4-5 കവറോളം ലേസ് തിരിച്ചു തരണം. അത് നമ്മുടെ അഡ്രസ്സ് നമ്മൾ ഓൾറെഡി എല്ലാത്തും അവർ പറയും, നമുക്ക് കോൺടാക്ട് ചെയ്യും, നമ്മുടെ ഇംഗ്ലീഷിലായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ അഥവാ സംഭവിച്ചാൽ പോലും നമുക്ക് ഇവര് ഇതിന്റെ ഒരു എന്താ പറയുന്നത്, അതിന് പകരം ഒരു 5-6 ലേസോളം ഇവർ അയച്ചു തരും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു കേസ് വരെ കൊടുക്കാനുള്ള നിയമം നമുക്ക് ഈ നാട്ടിലുണ്ട്. അപ്പം മറന്നുകൊണ്ട് ഈ 2-3 കാര്യങ്ങളാണ് നമ്മൾ ഈ ലേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ചിലപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് ഈ ഒരു കാര്യം അറിയണമെന്നില്ല, അറിയുന്നവരുണ്ടാകും. എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ട് നിങ്ങൾക്ക് പലർക്കും ഇത് അറിയാത്ത കാര്യം തന്നെയാണ്. ഇത് ഒരുപാട് പേര് നമ്മളിതിങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അവർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് ഈ സാധനം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ തൊട്ട് ഈ ഒരു പച്ച ഷെയ്ഡുള്ള ഈ ഒരു ലേസ് ഇട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിക്കാതിരിക്കാന്ന് പറയാനാണ് മാത്രം ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഇതോടുകൂടി ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.